ഗെയ്സ് നമസ്കാരം, സന്തോഷമാണ്. ഗെയ്സ്, ഞാൻ കുറേ ദിവസമായി ഈ നമ്മുടെ യൂട്യൂബ് ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലുടനീളം ഈ കമൻറ്റുകൾ എന്ന് പറഞ്ഞ സാധനം, നമ്മൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെ നിന്ന് നമുക്ക് അവിടെ പോകണ്ട, അവിടെ തുടരണ്ട, ചാനലിൽ നമുക്ക് തുടരണ്ട എന്ന് തോന്നിപ്പോയ ചില നിമിഷങ്ങൾ. അത് ആങ്കറിൻ്റെ തകരാറ് എന്ന് പറയാൻ കഴിയില്ല. ആങ്കറിന് തകരാറുണ്ട്, ഒരു കാരണവശാലും നമ്മൾ ലൈവിൽ പോകില്ലല്ലോ. ആങ്കറിൻ്റെ തകരാറല്ല, അതിൽ വരുന്നവർ, അതിനകത്ത് ബാഡ് കമൻറ്റ് ഉപയോഗിക്കുന്നവർ, ബാഡ് കമൻറ്റിനെക്കാട്ടിലും ചില ന്യൂനതകൾ ഒളിച്ചിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് വേറെ എവിടെ നിന്നും സ്നേഹം കിട്ടാത്തത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം. അപ്പം അങ്ങനെ മോശമായ കമൻറ്റുകളും അതിന് കൂടെ തന്നെ അവർ ചില ആശയങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് തുടരുകയും, സൗഹൃദം നമുക്കാവാം, സൗഹൃദം പ്രായം ഭേദമന്യേ അല്ലെങ്കിൽ സൗഹൃദമാകാം. സൗഹൃദം അത് വേറെ രീതിയിലേക്ക് വഴിമാറുന്ന സന്ദേശങ്ങൾ വരുമ്പോൾ അത് വളരെ മോശമായ അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിലും അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരിയുണ്ട്, ബന്ധങ്ങളിൽ മറ്റു പലരും ഉണ്ട്. ഇനിയിപ്പോൾ സാധ്യതയുള്ള ചില വിഷയം എന്ന് പറഞ്ഞാൽ മക്കളില്ലാത്തവരുണ്ടായിരിക്കാം, അപൂർവമായിട്ട് കണ്ടിരിക്കാം. അപ്പോൾ എങ്കിൽ കൂടി അവർക്കൊരു അച്ഛനും അമ്മയും തീർച്ചയായും ഉണ്ട് എന്നും, നമ്മൾ അങ്ങനെയുള്ളൊരു സമൂഹത്തിലാണ് ജീവിക്കുന്നതെന്നും മുന്നോട്ട് പോകുമ്പോൾ അത് മാന്യമായ രീതിയിൽ നമ്മൾ യൂട്യൂബിൽ നിന്നല്ല, ഏത് സോഷ്യൽ മീഡിയ രീതിയാണെങ്കിലും പുറത്തുള്ള സമീപനത്തിനാണെങ്കിലും നമ്മളതിന് മുൻതൂക്കം കൊടുക്കണം എന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ജീവിതത്തിൽ ഒരുപാട് നിറം നിങ്ങൾക്ക് കിട്ടും, സന്തോഷം കിട്ടും. നമ്മളെ വിമർശിക്കുന്നവർ കൂടുന്നതിനേക്കാൾ നല്ലത് എന്ന് പറയുന്നത് കേൾക്കുന്നതാണ് നമുക്ക് മനസ്സിന് സുഖം നൽകുന്നത്. മനസ്സിന് സുഖം കിട്ടിയാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിനും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതശൈലികൾക്കും ഒരുപാട് മാറ്റം വരും. ഇത് ചെറിയ പ്രായത്തിൽ ചെറിയ ശീലങ്ങൾ വെച്ച് പുലർത്തി മോശശീലങ്ങൾ ഉണ്ടായേക്കാം. അത് ഒരാൾ പറയുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ ഒരാളുടെ ക്യാരക്ടറെ വിലയിരുത്തി മാത്രമേ സൗഹൃദം സ്ഥാപിക്കാൻ പോയിട്ടുള്ളൂ, ഇനിയും പോവുകയുമുള്ളൂ. അപ്പോൾ നിങ്ങളും അങ്ങനെ പോകണമെന്നല്ല, പോകാൻ പറ്റുമോ എന്ന് ശ്രമിക്കണം. എനിക്കും വീഴ്ചകൾ വന്നിട്ടുണ്ടായിരിക്കാം. എൻ്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ തിരുത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് ഈ അവസരത്തിൽ പൂർണ്ണമായി പറയുകയാണ്. ഒരു യൂട്യൂബ് വീഡിയോ എന്നതിലപ്പുറം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ത്രീകളോട് മാന്യമായി പെരുമാറുക. സ്ത്രീകളെ നമ്മൾ വേറെ രീതിയിൽ കാണരുത്, പുരുഷന്മാരെയും നമ്മൾ വേറെ രീതിയിൽ കാണരുത് എന്ന് ഞാൻ കൂട്ടിച്ചേർക്കുന്നു. കാരണം അത് ഒരു ചോദ്യമായി വരാൻ സാധ്യതയുണ്ട് എന്നതിനാൽ നിങ്ങൾക്ക് ഒരുപാട് പറഞ്ഞ് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ഗ്രഹിച്ചു, അല്ലെങ്കിൽ വിമർശനങ്ങളുണ്ടെങ്കിലും എഴുതി അറിയിക്കും എന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും എൻ്റെ ഒരുപാട് നല്ല ദിനങ്ങൾ ആശംസിക്കുന്നു. ഓക്കെ, ബൈ ഓൾ.